ഹായ്, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റ്, അതുപോലെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ഇങ്ങനെയുള്ള ടൂളുകൾ അല്ലെങ്കിൽ ടെസ്റ്റുകൾ എങ്ങനെയൊക്കെയാണ് കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലെ. അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ടൂള് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് അതിന് ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്ന് പഠിച്ചു, അതിനനുസരിച്ച് കൺസ്ട്രക്ട് ചെയ്യാനും പഠിച്ചു. ഇനി അതിനുണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ്. അപ്പോൾ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടൂൾ അല്ലെങ്കിൽ ടെസ്റ്റ്, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ഒരു ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈ ക്വാളിറ്റീസ്, ഒരു 9 ക്വാളിറ്റീസ് ആണുള്ളത്. ഈ 9 ക്വാളിറ്റീസും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ അതിനെ വരുത്തണം. അങ്ങനെയാണ് നമുക്ക് ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് അതിന് നമുക്ക് ഒരു സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സിലൂടെ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഞാൻ ഈ യൂണിറ്റിന്റെ ലാസ്റ്റ് പറഞ്ഞു തരാം. ഈ ക്വാളിറ്റീസ് നിങ്ങൾക്ക് അറിഞ്ഞാൽ മാത്രമേ ആ സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സിലേക്ക് നമുക്ക് പോകാൻ പറ്റൂ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഒരു ഗുഡ് ടൂൾ അല്ലെങ്കിൽ ഒരു ഗുഡ് ടെസ്റ്റിന്റെ ക്വാളിറ്റീസ് എന്ന് നോക്കാം. ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒബ്ജക്റ്റിവിറ്റി. ഫസ്റ്റ് വൺ, ഒബ്ജക്റ്റിവിറ്റി. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആ ടേമിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് നമ്മുടെ ടൂള് അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആയിരിക്കണം അല്ലെ. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓപ്പോസിറ്റ് ടു സബ്ജക്റ്റീവ്. അതായത് എപ്പോഴും നമ്മുടെ ടൂള് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കണം നമുക്ക് അതിൽ നിന്ന് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ അതിന് അറേഞ്ച് ചെയ്യുന്ന ടെസ്റ്റ് ഐറ്റംസ് എന്തായിരിക്കണം? ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ ഇനിയിപ്പോ നമുക്കൊരു ലാംഗ്വേജ് സ്കില്ല്, ഒരു ലിറ്റററി സ്കില്ല് അസസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ടൂൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഐറ്റംസ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ സബ്ജക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും നമ്മൾ തയ്യാറാക്കുക. അപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ നമ്മൾ അവിടെ ചെയ്യേണ്ടത് പേഴ്സണൽ ബയാസ് ഒഴിവാക്കാനായിട്ട് നോക്കുക. അപ്പൊ ഒബ്ജക്റ്റിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഫ്രീ ഫ്രം പേഴ്സണൽ ബയാസ് അല്ലെ. പേഴ്സണൽ ബയാസ്, അതായത് പാർഷ്യാലിറ്റി, അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ നിന്നും ഫ്രീ ആക്കി എടുക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം, ഫ്രീ ഫ്രം പേഴ്സണൽ ബയാസ്. പിന്നെ എന്ന് പറയുന്നത് എന്താണ്? ഇനിയിപ്പോ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ടൂൾ ആണെങ്കിൽ നമ്മൾ ഇത് ചെയ്യാം, പേഴ്സണൽ ബയാസ് ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന, അതായത് ഒബ്ജക്റ്റിവിറ്റി എന്ന ക്വാളിറ്റി ഉറപ്പുവരുത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? യൂസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഐറ്റംസ്. അപ്പോ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഐറ്റംസ്. അപ്പൊ ഈ പ്രശ്നമില്ല അല്ലെ. ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ ഈ ബയാസ് ഒക്കെ ഉള്ള ഒരു പ്രോബ്ലം ഉള്ളൂ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ഐറ്റംസ് ആണെങ്കിലോ നമുക്ക് ആ ഒരു ബയാസ് അല്ലെങ്കിൽ പാർഷ്യാലിറ്റി ഒന്നും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പറ്റാവുന്നിടത്തോളം നമ്മുടെ വേരിയബിൾ എന്താണോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. മാക്സിമം നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഐറ്റംസ് യൂസ് ചെയ്തിട്ട് ടൂൾ തയ്യാറാക്കാൻ നോക്കുക. പറ്റില്ല എങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ലാംഗ്വേജ് സ്കില്ല് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് തന്നെ നമുക്ക് പറ്റുള്ളൂ എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രീ ഫ്രം പേഴ്സണൽ ബയാസ്, പാർഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഒരു പേഴ്സണൽ ബയാസ് ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ഒബ്ജക്റ്റിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ ക്വാളിറ്റി ഒബ്ജക്റ്റിവിറ്റി. രണ്ടാമത്തെ ക്വാളിറ്റി ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ്. ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ് രണ്ടും സെയിം അല്ല എന്ന് നമുക്കറിയാം. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. നമ്മളൊരു ലെസൺ പ്ലാൻ തയ്യാറാക്കുമ്പോൾ എന്താ ചെയ്യാറ്? ലെസൺ പ്ലാൻ തയ്യാറാക്കുന്നതിന് മുൻപ് നമ്മള് അതിന് അനാലിസിസ് നടത്തി അതിൽ എന്തൊക്കെയാണ് ലേണിംഗ് ഔട്ട്കം എന്നുള്ളൊരു ടേം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ലേണിംഗ് ഔട്ട്കംസ് എന്തൊക്കെയാണ് നമ്മൾ കുട്ടിയിലേക്ക് എത്തിക്കേണ്ടത് എന്ന് ശ്രദ്ധിക്കും അല്ലെ. അത് തന്നെയാണ് എന്ത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഒരു ക്ലാസ് റൂം ഇൻസ്ട്രക്ഷനിലൂടെ നമ്മൾ കുട്ടിയിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ് എന്ത് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷനിലൂടെ കുട്ടിക്ക് അറ്റൈൻ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ടൂള് അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റ്, നമ്മുടെ വേരിയബിൾ എന്താണോ,
ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വേരിയബിൾ എടുക്കുകയാണെങ്കിൽ ആ വേരിയബിളിനെ നമ്മൾ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് അതിനെ അടിസ്ഥാനമാക്കിയിരിക്കും. അല്ലെങ്കിലോ ഒരു ടെസ്റ്റ് ആണെങ്കിലോ, ഒരു അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ് എന്റെ ഒരു ടൂൾ എങ്കിൽ ആ അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്തായിരിക്കണം, നമ്മൾ അവിടെ പറയുന്ന കണ്ടന്റ് ഉണ്ടല്ലോ, ആ കണ്ടന്റിലെ പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ഇന്ന ഒബ്ജക്റ്റീവ്, അതായത് ചാപ്റ്റർ നമ്മൾ സെലക്ട് ചെയ്യുമല്ലോ, ആ ചാപ്റ്ററിലെ ഒബ്ജക്റ്റീവ്സിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കണം നമ്മുടെ ടെസ്റ്റ്. സ്വാഭാവികമായിട്ടും അത് ആകും അല്ലെ, പറയാനില്ല പ്രത്യേകിച്ച്. എന്നാലും നമുക്ക് ഇത് എന്താണെന്ന് പറയുന്നിടത്ത് നമ്മൾ പറയണമെന്ന് മാത്രം. ഇവിടെ നമുക്ക് എന്താണ് ഓർക്കാനുള്ളത്, ബേസ്ഡ് ഓൺ പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ്സ്. ബേസ്ഡ് ഓൺ പ്രീ ഡിറ്റർമിൻ എന്ന് പറയാനായിട്ട് നമ്മൾ മുന്നേ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ഇന്ന കാര്യങ്ങളാണ് കുട്ടിയിലേക്ക് എത്തിക്കേണ്ടത് എന്ന്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം കേട്ടോ. നമ്മൾ പഠിപ്പിക്കുന്ന സമയത്തും ടെസ്റ്റ് എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒരു ടെസ്റ്റ് എടുക്കുമ്പോൾ ഇന്ന ചാപ്റ്ററിലെ കണ്ടന്റ് ആണ് കുട്ടിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നറിയാനായിട്ടാണ് നമ്മൾ ടെസ്റ്റ് നടത്തുന്നത്. അപ്പൊ അവിടെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാര്യങ്ങളുണ്ട്, ഇത്രയും ഒബ്ജക്റ്റീവ്സ് കുട്ടിയിലേക്ക് എത്തിയിട്ടുണ്ടോ. അപ്പൊ അതുകൊണ്ട് ടെസ്റ്റ് തയ്യാറാക്കുമ്പോൾ പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പൊ രണ്ടാമത്തെ ക്വാളിറ്റി ഒബ്ജക്റ്റിവിറ്റി, ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ്. തേർഡ് വൺ കോംപ്രിഹെൻസീവ്നെസ്. കോംപ്രിഹെൻസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്രിഹെൻസീവ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് വാല്യൂഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ, അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കോംപ്രിഹെൻസീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ CCയിൽ നമ്മൾ പറയുന്നത് എന്താണ്, കുട്ടി ഏത് സ്റ്റാൻഡേർഡിലാണോ വന്ന് ജോയിൻ ചെയ്യുന്നത് ആ സ്റ്റാൻഡേർഡ്, ഇപ്പൊ 8th സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ആ 8th സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് അവന്റെ ഇവാലുവേഷൻ, ആ ഒരു ഇയർ ത്രൂ ഔട്ട് ദി ഇയർ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് വാല്യൂഷൻ നടത്തുക. അപ്പൊ ഇവിടെ എന്തായിരിക്കും കോംപ്രിഹെൻസീവ്നെസ് എന്ന് പറഞ്ഞാല് നമ്മൾ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്താണോ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്താനായിട്ട് ഞാൻ ചാപ്റ്റർ 1 ഉം 2 ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ 1 ഉം 2 ഉം ഫുൾ കവർ ചെയ്യണം. ഇപ്പൊ ഞാൻ ചാപ്റ്റർ 1 ഉം 2 ആണ് എക്സാം എന്ന് പറഞ്ഞിട്ട് 1 മാത്രം ക്വസ്റ്റ്യൻസ് കിട്ടും, 2 ഒഴിവാക്കി, 2 ഒറ്റ ക്വസ്റ്റ്യൻ ഇട്ടില്ല, അങ്ങനെ ആവരുത്. അപ്പൊ അത് കോംപ്രിഹെൻസീവ് ആവില്ല. നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഫോർമുലേറ്റ് ചെയ്തത് 2 ചാപ്റ്ററിലും കൂടിയാണ് എങ്കിൽ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കണം. അപ്പൊ മാക്സിമം എന്ത് ചെയ്യണം, കവർ ദി ഫുൾ ടോപ്പിക്. ഇവിടെ അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ കോംപ്രിഹെൻസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ നമ്മൾ ഓർക്കേണ്ടത്, കവർ ദി ഹോൾ സിലബസ് അല്ലെങ്കിൽ ഹോൾ പാർട്ട്, കവർ ദി ഹോൾ ടോപ്പിക്. ഹോൾ ടോപ്പിക് എന്ന് പറയുമ്പോൾ എന്താണോ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ടോപ്പിക് കേട്ടോ, അത് ഫുള്ള് നമ്മൾ കവർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് തേർഡ് പോയിന്റ്. ഫോർത്ത് പോയിന്റ് ഡിസ്ക്രിമിനേറ്റിംഗ് പവർ. ഡിസ്ക്രിമിനേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലെ, എന്താണ് ഡിസ്ക്രിമിനേഷൻ നടത്തുക. ഇപ്പൊ എങ്ങനെയാണ് ഡിസ്ക്രിമിനേഷൻ നടത്തുക? ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഒരു ടൂളിന് അല്ലെങ്കിൽ ഒരു ടെസ്റ്റിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് അല്ലെ. അപ്പൊ ഈ ഒരു ടൂളിന് ഡിസ്ക്രിമിനേറ്റിംഗ് പവർ ഉണ്ടാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഡിഫിക്കൽട്ടി ലെവൽ നമ്മൾ വെയിറ്റേജ് കൊടുത്തിരുന്നു അല്ലെ, വെയിറ്റേജ് ടു ഡിഫിക്കൽട്ടി ലെവൽ. എങ്ങനെയാണ് കൊടുത്തിരുന്നത്? വെയിറ്റേജ് ടു ഏതൊക്കെയായിരുന്നു? ഈസി ടൈപ്പ് ക്വസ്റ്റ്യൻസിന് കുറച്ച് വെയിറ്റേജ് കൊടുത്തു, ആവറേജ് ടൈപ്പിന് കുറച്ചും കൂടെ കൂടുതൽ കൊടുത്തു, ഡിഫിക്കൽട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് കുറച്ച് കൊടുത്തു. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്? നമ്മൾ പറഞ്ഞ ഒരു നോർമൽ ക്ലാസ് റൂം ആവുമ്പോൾ ആവറേജ് സ്റ്റുഡൻസ് ആയിരിക്കും കൂടുതൽ, ബ്രൈറ്റ് സ്റ്റുഡൻസ് കുറച്ചുണ്ടായിരിക്കും, അതുപോലെ പുവർ സ്റ്റുഡൻസും എന്തുണ്ടായിരിക്കും, കുറച്ചുണ്ടായിരിക്കും അല്ലെ. അപ്പൊ മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് കൂടുതൽ വരിക ഏത് സെക്ഷനിലായിരിക്കും? ആവറേജ് ടൈപ്പിലായിരിക്കും. അപ്പൊ നമ്മൾ ടൂൾ തയ്യാറാക്കുമ്പോൾ നമ്മുടെ ആ ടൂളിലെ ഐറ്റംസ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കുട്ടികളെ തന്നെ, ഈ എക്സാം എഴുതുന്ന കുട്ടികളെ അല്ലെങ്കിൽ ഈ ടൂള് ആൻസർ റെസ്പോണ്ട് ചെയ്യുന്ന കുട്ടികളെ തന്നെ, റെസ്പോണ്ടൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മുടെ ഒരു 6th ക്വസ്റ്റ്യൻ എന്താണ്, ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ 8th ക്വസ്റ്റ്യൻ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഒരു 11th ക്വസ്റ്റ്യൻ ഒരു ആവറേജ് ക്വസ്റ്റ്യൻ ആണ് എന്ന് നമുക്കറിയാമെങ്കിൽ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുള്ള കുട്ടികളെ നമുക്ക് എന്ത് പറയാം, നമുക്ക് ഇങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാം അല്ലെ. ആദ്യത്തെ 5 ക്വസ്റ്റ്യനും ഭയങ്കര ഈസി ആയിരുന്നു, അതെല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളൊന്നും കുഴപ്പമില്ല അല്ലെ. ഇനി ഒരു ആവറേജ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതെല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിലോ ആൻസർ ചെയ്യാത്തവരാരാണ്, ആൻസർ ചെയ്തവരാരാണ് എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറച്ചും കൂടെ ആവറേജ് ലെവലിലുള്ള ആവറേജ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കുട്ടികളെ നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാം. ഇനി ഞാൻ നല്ലൊരു ഡിഫിക്കൽട്ടി പ്രോബ്ലം അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടായിരുന്നു, അത് ആൻസർ ചെയ്തത് ആരൊക്കെയാണ്?
അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് കുട്ടികളുണ്ടാവും, 4-5 പേര്. അപ്പൊ നമുക്ക് അവരെ എന്ത് ചെയ്യാം, അതിൽ നിന്നും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാം. ഈ 5-6 പിള്ളേര് നന്നായി പഠിക്കുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ അവർക്ക് നന്നായിട്ട് കണ്ടന്റ് മനസ്സിലായിട്ടുണ്ട്, അവർ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികളാണ്, കണ്ടോ. അപ്പൊ അങ്ങനെ ഡിസ്ക്രിമിനേഷൻ നടത്താനായിട്ട്, നമുക്ക് റെസ്പോണ്ടൻസിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അങ്ങനെയുള്ള ഒരു ടൂൾ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഡിസ്ക്രിമിനേറ്റിംഗ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിസ്ക്രിമിനേറ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റുഡൻസ്, അത്രയേ ഉള്ളൂ. അവര് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഡിഫിക്കൽട്ടി ലെവൽ അല്ലെങ്കിൽ നമ്മൾ ഡയമെൻഷൻ ക്രിയേറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഇൻവെന്ററിയോ അല്ലെങ്കിൽ ക്വസ്റ്റനെയറോ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് സ്കെയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ ഡയമെൻഷൻസ് എടുക്കും, ഓരോ ഡയമെൻഷൻ നമ്മൾ എടുക്കും. അപ്പൊ ഓരോന്നിലും നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചുള്ള ഒരു വെയിറ്റേജ് കൊടുക്കുക. ഇപ്പൊ ഇൻട്രസ്റ്റ് ഇൻവെന്ററി ആണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ആർട്സ് സെക്ഷൻ ആണ്, അതായത് ഡാൻസ്, മ്യൂസിക്, പെയിന്റിങ്, അതുപോലെ കളറിങ്, ഇങ്ങനെയുള്ള ഡ്രോയിങ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നെങ്കിൽ ആ ഐറ്റംസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇടുകയാണ്. അപ്പൊ അതിൽ റെസ്പോണ്ട് ചെയ്യുന്ന കുട്ടികളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, അല്ലെ. ഇപ്പൊ ഡാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇട്ട് കഴിഞ്ഞാല് അതിൽ കറക്റ്റ് ആൻസർ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് തിരിച്ചറിയാം, ഈ കുട്ടിക്ക് ഡാൻസ് നല്ല താല്പര്യമുണ്ട്, അല്ലെങ്കിൽ പെയിന്റിങ് അല്ലെങ്കിൽ ഡ്രോയിങ്, ഇങ്ങനെയുള്ള ഓരോ സ്കിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐറ്റംസ് നോക്കിയിട്ട് അത് കുട്ടിക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് അതിൽ നിന്നും നമുക്ക് കുട്ടികളുടെ റെസ്പോൺസ് നോക്കി അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ടൂൾ ആ ടൂളിലെ ഡിസ്ക്രിമിനേറ്റിംഗ് പവർ ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതാണ് ആദ്യത്തെ 4 ക്വാളിറ്റീസ്. ഡിസ്ക്രിമിനേറ്റിംഗ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ, അത്രേ ഉള്ളൂ. ടു ഐഡന്റിഫൈ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ്, ടു ഐഡന്റിഫൈ different types of students. ഡിഫറെന്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പെർഫോമൻസ് അനുസരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണെങ്കിൽ ആ 3 ലെവല്, അല്ലെങ്കിൽ മറ്റു വേരിയബിൾ ആണെങ്കിൽ അതിനനുസരിച്ചിട്ട്. അപ്പോൾ ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ പല തരത്തിലുള്ള കുട്ടികൾ എന്ന് പറയില്ലേ നമ്മൾ, അവരെ നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം, ഡിസ്ക്രിമിനേറ്റിംഗ് പവർ എന്നുള്ള ഒരു ക്വാളിറ്റി വേണം. അപ്പൊ ഇതാണ് ആദ്യത്തെ 4 ക്വാളിറ്റീസ്. ഇനി 5 ക്വാളിറ്റി കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് 4 നോക്കാം. ഏതാണ് ആദ്യത്തെ? ഒബ്ജക്ടിവിറ്റി. ക്ലിയർ ആണല്ലോ, ക്വസ്റ്റ്യൻസ് എപ്പോഴും ഒബ്ജക്റ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫ്രീ ഫ്രം പേഴ്സണൽ ബയാസ്. രണ്ടാമത്തെ ഏതാണ്? ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടെസ്റ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ്സ്. തേർഡ് വൺ ഏതാണ്? കോംപ്രിഹെൻസീവ്നെസ്. കോംപ്രിഹെൻസീവ്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുൾ ടോപ്പിക് കവർ ചെയ്യണം. നമ്മൾ പ്രിസ്ക്രൈബ്ഡ് ടോപ്പിക് ഏതാണോ അത് കവർ ചെയ്യണം, കവർ ദി ഹോൾ ടോപ്പിക്. ഓക്കെ. Then fourth one, discriminating power. എന്താണ്? ആ ടൂളിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള, അതായത് റെസ്പോണ്ടൻസിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള പവർ ആ ടൂളിന് ഉണ്ടായിരിക്കണം. ഈ ഡിസ്ക്രിമിനേറ്റിംഗ് പവർ കാണാനായിട്ട് ഫോർമുലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സ് പറയുമ്പോൾ അതിൽ പറയാം. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കി മതി. അപ്പൊ ഇതാണ് ആദ്യത്തെ 4 ക്വാളിറ്റീസ്. ഇനി നമുക്ക് അടുത്ത ക്വാളിറ്റീസിലേക്ക് പോവാം. അപ്പൊ 5ാമത്തെ ക്വാളിറ്റി നമുക്ക് നോക്കാം, അല്ലെ. 5ാമത്തേത് വാലിഡിറ്റി. എന്താണ് 5ാമത്തെ? വാലിഡിറ്റി. വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേം ആണ്, അല്ലെ. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ്. എന്താണ് വാലിഡിറ്റി ഓഫ് എ ടെസ്റ്റ്? ഒരു ടെസ്റ്റിന്റെ അല്ലെങ്കിൽ ടൂളിന്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വാലിഡിറ്റി ഓഫ് എ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മെഷേഴ്സ് ദി ട്രൂത്ത്ഫുൾനെസ് ഓഫ് എ ടെസ്റ്റ്. ഒരു ടെസ്റ്റിന്റെ ട്രൂത്ത്ഫുൾനെസ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ട്രൂത്ത്ഫുൾനെസ് ഓഫ് എ ടെസ്റ്റ്. ഒരു ടെസ്റ്റ് കൊണ്ട് നമ്മൾ എന്താണോ അസസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയായിരിക്കണം നമ്മൾ ആ ടെസ്റ്റ് കൊണ്ട് അസസ് ചെയ്യേണ്ടത്. ഞാൻ ചാപ്റ്റർ 1, 2 ആണ് ടെസ്റ്റിനെ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ടെസ്റ്റ് നടത്തുമ്പോൾ അതിൽ ഐറ്റംസ് എന്തായി പോകരുത്, വേറെ ചാപ്റ്ററിലെയോ അല്ലെങ്കിൽ വേറെ സ്റ്റാൻഡേർഡിലെയോ വേറെ കണ്ടന്റിലെയോ ക്വസ്റ്റ്യൻസ് ആവരുത്. നമ്മൾ പറയാറില്ലേ, ചില യൂണിവേഴ്സിറ്റി എക്സാമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും PSC എക്സാമോ ഒക്കെ നമ്മൾ പറയാറുണ്ട് ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയാറുണ്ട്, അല്ലെ. അതിന്റെ അർത്ഥം എന്താ? സിലബസിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ആ ടെസ്റ്റ് എന്തല്ല, വാലിഡ് അല്ല. അപ്പൊ ആ ടെസ്റ്റില് നമ്മൾ ഇന്ന കാര്യങ്ങളാണ് മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സിലബസ് തന്നിട്ടുണ്ടാവും. അപ്പൊ ആ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കണം ആ ടെസ്റ്റിൽ ഉണ്ടാവുന്നത്. അത്രയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ട്രൂത്ത്ഫുൾനെസ് ഓഫ് എ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ടെസ്റ്റിന്റെ കണ്ടന്റ് എന്താണോ അത് തന്നെയായിരിക്കണം മെഷർ ചെയ്യേണ്ടത്. ഇതിൽ തന്നെ വേറൊരു രീതിയിൽ പറയാം, വാലിഡിറ്റി ഓഫ് എ ടെസ്റ്റ് മീൻസ് ഇറ്റ് മെഷേഴ്സ്
വാട്ട് ഇറ്റ് ഇന്റൻസ് ടു മെഷർ. ഇത് തന്നെ വേറൊരു തരത്തിൽ പറഞ്ഞു മാത്രം. എന്താണ് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഇറ്റ് ഇന്റൻസ് ടു മെഷർ. എന്താണ് മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, അത് തന്നെയായിരിക്കണം നമ്മൾ ഈ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ടൂള് കൊണ്ട് മെഷർ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ ടെസ്റ്റ് എന്താന്ന് പറയാം? വാലിഡ് ആണെന്ന് പറയാം. അപ്പൊ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള ടെസ്റ്റ് പേപ്പർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇത് വാലിഡ് അല്ല. ഓക്കെ, അപ്പൊ വാലിഡിറ്റി ക്ലിയർ ആയല്ലോ. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളെ അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഒക്കെ പഠിപ്പിച്ചു കഴിഞ്ഞു അല്ലെ? നിങ്ങൾ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തു. ഞാനൊരു 2 ദിവസം കഴിഞ്ഞിട്ട് ഞാനത് ടെസ്റ്റ് പേപ്പർ വയ്ക്കുകയാണ്. അപ്പൊ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്തു. വളരെ മനോഹരമായി നല്ല രീതിയിലൊക്കെ നിങ്ങൾ അത് എഴുതി. എക്സാമ്പിൾ എടുക്കാം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. അങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം എക്സാം കഴിഞ്ഞു, അത് പോട്ടെ, അങ്ങനെ പോട്ടെ, അതൊക്കെ നിങ്ങൾ ഭംഗിയായിട്ട് എഴുതി നല്ല സ്കോറൊക്കെ കിട്ടി. പിന്നത്തെ ദിവസം വേറെ ഏതെങ്കിലും കണ്ടന്റ് പഠിപ്പിക്കുന്നതിന്റെ ഇടയിലോ അല്ലെങ്കിൽ ഏതോ ഒരു സാഹചര്യത്തിൽ ഞാൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചോദിക്കുകയാണ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്? നമ്മൾ എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ് ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, എന്താ സംഭവം എന്നൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ആ കണ്ടന്റ് മനസ്സിലായിട്ടില്ല. പക്ഷെ നിങ്ങൾ പരീക്ഷയിലൊക്കെ ഭയങ്കരമായിട്ട് എഴുതി. അതെങ്ങനെയാണത്? നിങ്ങൾ ആ നോട്ട് തന്നു, അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് നോക്കി അതിലുള്ള മെറ്റീരിയൽ കംപ്ലീറ്റ് കാണാപ്പാടം പഠിച്ചു, അത് അങ്ങോട്ട് എഴുതി വെച്ചു അല്ലെ? അപ്പൊ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തിയോ? ഇല്ല. നിങ്ങൾ വെറുതെ കാണാപ്പാടം പഠിച്ച് അതിൽ എഴുതി വെച്ചത് കൊണ്ട് കാര്യമില്ല. നിങ്ങൾ അത് മനസ്സിലാക്കി എഴുതി വെക്കുകയാണെങ്കിൽ അത് ക്ലിയർ ആണ് അല്ലെ? നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തൊക്കെ കേൾക്കുന്ന കാര്യമാണ് എന്ത് കോൺസെപ്റ്റ് ആയാലും നമ്മളത് മനസ്സിലാക്കി പഠിച്ചാൽ അത് ഈസി ആയിരിക്കും. വെറുതെ മിയർ ബൈ ഹാർട്ടിങ് ആണെങ്കിലോ അത് അവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ സമയത്തേക്കുള്ളൂ, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ അത് എന്താണ് ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, എപ്പോഴാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്, എന്താണ് അതിന്റെ ഉദ്ദേശം, എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് ഉത്തരം നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ ഞാൻ നടത്തിയിട്ടുള്ള ആ ഒരു ടെസ്റ്റ് വാലിഡ് ആണ്. ഇല്ലെങ്കിൽ അതെന്താണ്? വാലിഡ് അല്ല എന്നാണ് അർത്ഥം. അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റ് കുട്ടികളെ ആൻസർ ഷീറ്റിൽ എഴുതി വെച്ചത് കൊണ്ട് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റില്ല. അപ്പൊ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റ് ഒക്കെ തയ്യാറാക്കുമ്പോൾ നമ്മുടെ ആർബിറ്റിൽ ഒബ്ജക്റ്റീവ്സ് ഓർമ്മയില്ലേ? ഏതൊക്കെയാണ് ആർബിറ്റിൽ ഒബ്ജക്റ്റീവ്സ്? നോളജ്, റിമെമ്പറിങ്, പിന്നെ അണ്ടർസ്റ്റാൻഡിങ്, പിന്നെ അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റിംഗ്. അപ്പൊ റിമെമ്പറിങ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിട്ട് ഒന്ന് ഓർത്ത് പറഞ്ഞാൽ മതി. അണ്ടർസ്റ്റാൻഡിങ് എന്ന ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് കുട്ടി കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണമെങ്കിൽ ആ കണ്ടന്റ് എന്തായിരിക്കണം? വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അല്ലെ? ഓരോ ടേംസ് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് മെയിൻ അതിലെ പോയിന്റ്, ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം കുട്ടിക്ക് മനസ്സിലാവണം അല്ലെ? ഇനി അപ്ലൈയിങ് എന്നുള്ള ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലോ അത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഈ കുട്ടിക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് താഴേക്ക് പോകും തോറും, അതായത് അനലൈസിങ്, പിന്നെ ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റിവിറ്റി, അതൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ കുട്ടി കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാം എന്താണ്? നമ്മൾ ഉദ്ദേശിച്ച കണ്ടന്റ് കുട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പൂർണ്ണമായും ശരിയാക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് നടത്തി. അപ്പൊ ക്രിയേറ്റിംഗ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഒരു പകുതി ഭാഗമെങ്കിലും അവനൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാം ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പൊ അതാണ് വാലിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്താണ് മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കുട്ടിയിലേക്ക് എത്തിയിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ടെസ്റ്റ് എന്താണ്? വാലിഡ് ആണെന്ന് പറയും. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാലിഡിറ്റീസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു 4 ടൈപ്പ് വാലിഡിറ്റി ആണുള്ളത്. ഒന്നാമത്തെ പറയുന്നത് ഫേസ് വാലിഡിറ്റി അല്ലെങ്കിൽ ഓപ്പറേഷണൽ വാലിഡിറ്റി എന്നും പറയാം. ഫേസ് വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ എവിടേക്കെങ്കിലൊക്കെ, അതായത് ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വെക്കാം. ഇപ്പൊ അടുത്ത സൺഡേ നമുക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മള് എങ്ങനെയായിരിക്കും പോവാ? നന്നായി ഒരുങ്ങി, നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നന്നായി ഒരുങ്ങിയിട്ടായിരിക്കും പോവുക. അപ്പൊ നമ്മള് പുറത്ത് വെച്ച് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാല് നമ്മുടെ അപ്പിയറൻസ് കണ്ടാൽ തന്നെ നമ്മളോട് പറയും എന്തൊരു ഫംഗ്ഷൻ ആണല്ലേ പോണേ, ഏത് മാരേജ് ഫംഗ്ഷൻ ആണോ അല്ലെങ്കിൽ എവിടേക്കാണെന്നൊക്കെ ചോദിക്കും. മറിച്ച് നമ്മളൊരു കാഷ്വൽ ഡ്രസ്സ് ഇട്ട് വലിയ മേക്കപ്പ് ഒന്നും ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങുമ്പോ നമ്മളോട് ചോദിക്കോ അടിപൊളിയാണല്ലോ,
നിങ്ങൾ മാരേജ് ഫംഗ്ഷൻ ആണോ എന്ന് ചോദിക്കില്ല. എവിടേക്കാ, ടൗണിലേക്കാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജംഗ്ഷനിലേക്കാണോ എന്നേ ചോദിക്കുള്ളൂ അല്ലെ. അപ്പൊ എന്താണ് അവിടെ എന്താ, നമ്മുടെ അപ്പിയറൻസ് കണ്ടിട്ട് നമ്മളോട് കാര്യങ്ങൾ പറയാണ്. അതുപോലെ നമ്മുടെ ടൂളിന് എന്തായിരിക്കണം, ഒരു ഫേസ് വാലിഡിറ്റി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓപ്പറേഷണൽ വാലിഡിറ്റി, രണ്ടും സെയിം തന്നെ. ഫേസ് വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ടൂള് കണ്ടു കഴിഞ്ഞാല് ഇത് ഇൻട്രസ്റ്റിന്റെ ഇൻവെന്ററി ആണ് കേട്ടോ, അല്ലെങ്കിൽ ഇത് ഏകദേശം നമുക്ക് ആ ടൂള് അതിന്റെ പുറമെ പ്രിന്റിങ് നോക്കിയിട്ടല്ല, ടെസ്റ്റ് ഐറ്റംസ് ഒക്കെ ഒന്ന് നോക്കി കഴിയുമ്പോ ഇത് എന്താണ് മോട്ടിവേഷൻ സ്കെയിലാണ്, അല്ലെങ്കിൽ ഇതൊരു ബയോളജിയുടെ അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണെങ്കിലോ, അല്ല അത് സോഷ്യൽ സയൻസിന്റെ അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണല്ലോ, ഇങ്ങനെ നമ്മളത് പറയാം. അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, മാത്രമല്ല അതിന് താഴെയുള്ള ഐറ്റംസ് ചിലപ്പോ കുറച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാല് ബയോളജിയിലെ ക്വസ്റ്റ്യനും സോഷ്യൽ സയൻസിലെ ക്വസ്റ്റ്യനും അതുപോലെ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യനൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലെ. അപ്പൊ അങ്ങനെ ജസ്റ്റ് അപ്പിയറൻസ് നോക്കിയിട്ട് നമ്മൾ പറയാൻ പറ്റണം. അങ്ങനെയുള്ള ഒരു വാലിഡിറ്റിയാണ് നമ്മൾ ഫേസ് വാലിഡിറ്റി അല്ലെങ്കിൽ ഓപ്പറേഷണൽ വാലിഡിറ്റി എന്ന് പറയും. അപ്പൊ അത് നമ്മുടെ ടൂളിന് ഉണ്ടായിരിക്കും. രണ്ടാമത്തെ കണ്ടന്റ് വാലിഡിറ്റി. കണ്ടന്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടന്റ് നമ്മൾ ഏത് കണ്ടന്റ് ആണോ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കണം അതിൽ ചോദിക്കേണ്ടത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഞാൻ ചാപ്റ്റർ 1 ഉം 2 ആണ് എടുത്തെങ്കിൽ അതിലെ കണ്ടന്റ് തന്നെ ആയിരിക്കണം, അത് മാറിപ്പോകരുത്. വേറെ ചാപ്റ്ററോ വേറെ സ്റ്റാൻഡേർഡോ വേറെ വേരിയബിളോ ആയി മാറിപ്പോകരുത്. അത്രയേ ഉള്ളൂ കണ്ടന്റ് വാലിഡിറ്റി. മൂന്നാമത്തേത് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി. പ്രെഡിക്റ്റീവ് വാലിഡിറ്റി. പ്രെഡിക്റ്റീവ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അതന്നെ ഫോർ പ്രഡിക്ഷൻ അല്ലെ. ഇപ്പൊ ഒരു ഇൻട്രസ്റ്റ് ഇൻവെന്ററി ആണ് ഞാൻ ഉപയോഗിക്കുന്നെങ്കിൽ അതില് ഡാൻസ്, മ്യൂസിക്, അതുപോലെ എന്താണ് പിന്നെ മറ്റേ റൈറ്റിംഗ് സ്കിൽസ്, അങ്ങനെയുള്ള മ്യൂസിക്, പിന്നെ പെയിന്റിങ്, ഡ്രോയിങ്, അങ്ങനെയുള്ള നിരവധി, കുറെ എടുക്കാൻ പറ്റില്ല, ഒരു 4-5 നമ്മള് ഫീൽഡ് എടുക്കുകയാണ്. അപ്പൊ ആ ഫീൽഡുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കി കഴിഞ്ഞാല് അതിലേത് ഫീൽഡിലാണ് കുട്ടി നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അപ്പൊ മ്യൂസിക്കുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുട്ടി വളരെ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. മറ്റതൊക്കെ മോശമാണ് എന്ന് പറഞ്ഞാൽ റോങ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, മ്യൂസിക്കിൽ ഈ കുട്ടിക്ക് നല്ല നോളജ് ഉണ്ട്. അപ്പൊ എന്തായിരിക്കും അതിന്റെ അർത്ഥം, അവൻ നല്ലൊരു സിംഗർ ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മ്യൂസിഷ്യൻ ആവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു മേഖലയിൽ അവൻ നന്നായിട്ട് തിളങ്ങുമെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ സയൻസ് എക്സ്പെരിമെന്റ് ഒക്കെ ഇപ്പം സ്കൂൾ ലെവലിലൊക്കെ വർക്ക് എക്സ്പീരിയൻസ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാനായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്കില്ല് കണ്ടു കഴിഞ്ഞാല് സയന്റിസ്റ്റ് ആവുക എന്നതിനേക്കാൾ ഉപരി ആ ഒരു ഫീൽഡിൽ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പൊ ആ ഒരു ഫീൽഡിൽ നന്നായി പോകാൻ പറ്റും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൂൾ ആയിരിക്കും, അതാണ് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി. ലാസ്റ്റ് വാലിഡിറ്റി കൺസ്ട്രക്റ്റ് വാലിഡിറ്റി. കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ അത് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതായത് ചില വേരിയബിൾ എന്ന് പറഞ്ഞിട്ട് സെൽഫ് കോൺസെപ്റ്റ്, നമ്മുടെ BEd സ്റ്റുഡൻസിന്റെ സെൽഫ് കോൺസെപ്റ്റ് മെഷർ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് BEd കോഴ്സ് അല്ലെങ്കിൽ ടീച്ചിങ് പ്രൊഫഷൻ, അത് മെഷർ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ അവിടെ നമുക്ക് വേറെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ടീച്ചിങ് പ്രൊഫഷനോട് താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ആ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരൊക്കെയാണ് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്, അങ്ങനെ ഇവരുടെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട്, ഡയറക്റ്റ്ലി നമ്മൾ മെഷർ ചെയ്യില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ ആ ടെസ്റ്റിന് നമുക്ക് എന്ത് പറയാം, കൺസ്ട്രക്റ്റ് വാലിഡിറ്റി ഉണ്ടെന്ന് പറയാൻ സാധിക്കും. അപ്പൊ ഇതാണ് വാലിഡിറ്റി ഓഫ് എ ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു ടെസ്റ്റിന്റെ അല്ലെങ്കിൽ ടൂളിന്റെ ക്വാളിറ്റീസ് ആണ് 4 പറഞ്ഞതിന് 5-മത്തെയാണ് വാലിഡിറ്റി. അതുപോലെ എന്താന്ന് പറഞ്ഞു, അതുപോലെ എന്താണ് അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാലിഡിറ്റീസ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് 6th വൺ, റിലയബിലിറ്റി. റിലയബിലിറ്റി ഓഫ് എ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലയബിലിറ്റി ഓഫ് എ ടെസ്റ്റ് മീൻസ് the degree of consistency. Reliability means it measures the degree of consistency of a tool or test. ഒരു ടെസ്റ്റിന്റെ
ഡിഗ്രി ഓഫ് കൺസിസ്റ്റൻസി, അതിന്റെ സ്കോറിങ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ടെസ്റ്റിൽ എത്രയാണോ സ്കോർ കിട്ടുന്നത് അത് മെഷർ ചെയ്യുക എന്നുള്ളതാണ് റിലയബിലിറ്റി ഓഫ് എ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണ്? ഡിഗ്രി ഓഫ്, ഇറ്റ് മെഷേഴ്സ് ദ ഡിഗ്രി ഓഫ് കൺസിസ്റ്റൻസി, measures the degree of consistency, degree of consistency. രണ്ടാമത്തെ കാര്യം നമ്മൾ വാലിഡിറ്റിയിൽ പറഞ്ഞത് എന്താ? ട്രൂത്ത്ഫുൾനെസ് ഓഫ് എ ടെസ്റ്റ് എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്? വാട്ട് ഇറ്റ് ഇന്റൻസ് ടു മെഷർ. ഇവിടെ പറയുന്നത് വാട്ട് ഇറ്റ് ഈസ് ഇന്റൻഡഡ് ടു മെഷർ. What it is intended to measure. നമ്മൾ എന്താണോ മെഷർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് അത് മെഷർ ചെയ്തത് എന്താണോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ എന്താണോ മെഷർ ചെയ്യാൻ പോണേ അതാണെങ്കിൽ ഇവിടെ മെഷർ ചെയ്തത് എന്താണ് അതാണ് ഇവിടെ റിലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ റിലയബിലിറ്റി ഓഫ് എ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ചിന്തിക്കണ്ട. നമ്മളൊരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞാല് അതിന്റെ സ്കോർ, അതാണ് റിലയബിലിറ്റി. ഇനി കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പൊ ഞാനൊരു ടെസ്റ്റ് പേപ്പർ നടത്തി, നമ്മുടെ അസസ്മെന്റ് ഫോർ ലേണിംഗിന്റെ തന്നെ ഒരു ടെസ്റ്റ് പേപ്പർ നടത്തി. അതായത് മൺഡേ, എനിക്ക് കമ്മിങ് മൺഡേ ഞാൻ എന്ത് ചെയ്തു? ഒരു ടെസ്റ്റ് പേപ്പർ നടത്തി. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ എത്ര മാർക്ക് കിട്ടി? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാൾക്ക് കിട്ടിയത് 25-ല് 20 മാർക്ക്, 25-ല് എന്താണ് 20 മാർക്ക് കിട്ടി. ഇനി ഇതേ ടെസ്റ്റ്, ഈ സെയിം ടെസ്റ്റ് സെയിം ഗ്രൂപ്പിന് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് നടത്തി. ഇത് മൺഡേ ആണ് നടത്തിയത്. ഇനി ഒരു തേഴ്സ്ഡേ, അങ്ങനെ ആയിക്കോട്ടെ, തേഴ്സ്ഡേ ഞാൻ ഇതേ ടെസ്റ്റ് തന്നെ നടത്തി കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക്, ആരാണോ 20 മാർക്ക് കിട്ടിയ കുട്ടി, ആ വ്യക്തിക്ക് കിട്ടിയ മാർക്ക് 21. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ടെസ്റ്റ് റിലയബിൾ ആണെന്ന് പറയാം. അപ്പൊ എന്താണ്? ഒരു ടെസ്റ്റ് സെയിം ഗ്രൂപ്പിനെ ഞാൻ എന്താണ് 2 ഡിഫറെന്റ് ആയിട്ടുള്ള ഒക്കേഷനിൽ, വലിയൊരു ഗ്യാപ്പ് വരരുത് കേട്ടോ. അപ്പൊ ഞാൻ ഇത് തിങ്കളാഴ്ച നടത്തിയിട്ട് പിന്നെ ഇത് വ്യാഴാഴ്ചയാണ് നടത്തിയത്, അല്ലാണ്ട് ഒരു 4 മാസം കഴിഞ്ഞിട്ട് നടത്തരുത്. ഒരു ചെറിയ ഗ്യാപ്പിനുള്ളില് സെയിം ടെസ്റ്റ് സെയിം ഗ്രൂപ്പിനെ ഞാൻ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ സ്കോർ നോക്കിയപ്പോൾ 2 കൂട്ടരുടെയും, അതായത് മൺഡേ നടത്തിയ എക്സാമിന്റെയും തേഴ്സ്ഡേ നടത്തിയ എക്സാമിന്റെയും സ്കോറിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതായത് ഇവിടെ 20-21 ആയി, അത് കുഴപ്പമില്ല. മറിച്ച് ഇതിന് പകരം എന്താണ്, ഈ കുട്ടിക്ക് 5 മാർക്ക് കിട്ടിയെങ്കിലോ ആ ടെസ്റ്റ് റിലയബിൾ അല്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കും. അപ്പൊ ഒരു സെയിം ടെസ്റ്റ് സെയിം ഗ്രൂപ്പിനെ ചെറിയൊരു ഷോർട്ട് ഇന്റർവെലിന് ശേഷം നമ്മൾ നടത്തുമ്പോൾ അവർക്ക് കിട്ടുന്ന സ്കോർ സെയിം ആണെങ്കിൽ, കറക്റ്റ് ആവണമെന്നില്ല. അപ്പൊ ഇവിടെ 20 എന്നുള്ളത് 19 ആയാലും കുഴപ്പമില്ല, ഇത്രയും ഡിഫറൻസ് വരരുത് കേട്ടോ. 20 എന്നുള്ളത് 21, 22 ആവാം, അല്ലെങ്കിൽ 18, 90 ഒക്കെ ആവാം, അതൊന്നും പ്രശ്നമില്ല. 2 ദിവസം കഴിഞ്ഞില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. നല്ലൊരു ഡിഫറൻസ് വരികയാണെങ്കിൽ, ഇപ്പൊ 20 മാർക്ക് കിട്ടിയ കുട്ടിക്ക് വ്യാഴാഴ്ച അതേ ടെസ്റ്റ് ഞാൻ നടത്തിയപ്പോ 5 മാർക്കാണ് കിട്ടിയത്, അപ്പൊ നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ടെസ്റ്റ് റിലയബിൾ അല്ല എന്ന് പറയും. സെയിം സ്കോർ ആണ് കിട്ടിയതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ടെസ്റ്റ് റിലയബിൾ ആണെന്ന് പറയാം. ഇനിയിപ്പോ ആ 2 ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ എക്സ്ട്രാ കോച്ചിങ് ഒന്നും കൊടുക്കരുത് കേട്ടോ. ഇതേപോലെ തന്നെ പോകുന്നു, വേറെ പഠിക്കലോ നമ്മുടെ വക വേറെ കോച്ചിങ്ങും കാര്യങ്ങളൊന്നും കൊടുക്കാതെ നമ്മൾ സെയിം ടെസ്റ്റ് സെയിം ഗ്രൂപ്പിൽ നടത്തുമ്പോൾ സ്കോർ സെയിം ആണെങ്കിൽ ആ ടെസ്റ്റ് എന്താന്ന് പറയാം? റിലയബിൾ ആണെന്ന് പറയാം. ക്ലിയർ ആയല്ലോ? അപ്പൊ അതാണ് റിലയബിലിറ്റി. ഇനി അതാണ് വാട്ട് ഇറ്റ് ഈസ് ഇന്റൻഡഡ് ടു മെഷർ. എന്താണോ മെഷർ ചെയ്തത് അതിനെയാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് കൺസിസ്റ്റൻസി. ആ ടെസ്റ്റിൽ കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടി അത്രയാണ് അവന്റെ റിലയബിലിറ്റി, അല്ലെങ്കിൽ ആ ടെസ്റ്റിന്റെ റിലയബിലിറ്റി. അതായത് ആ ഗ്രൂപ്പിലെ എല്ലാ കുട്ടികൾക്കും ഇതേപോലെ തന്നെയാണെങ്കിൽ ആ ടെസ്റ്റ് റിലയബിൾ ആണ്. ഓക്കെ, അതാണ്. ഇനി ഈ റിലയബിലിറ്റി കാണാനായിട്ട്, അപ്പൊ റിലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആണ്, ഒരു നമ്പർ ഫോർമാറ്റിൽ നമുക്ക് കിട്ടും. അപ്പൊ അതിനെ കുറിച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അത് ഞാൻ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സിൽ പറയാം. അപ്പൊ ആ റിലയബിലിറ്റി കോഎഫിഷ്യന്റ് കാണാനായിട്ട് നമുക്ക് ഒരു 3 മെത്തേഡ് ഉണ്ട്. അപ്പൊ മെത്തേഡ്സ് ഫോർ ഫൈൻഡിങ് റിലയബിലിറ്റി, റിലയബിലിറ്റി കാണാനുള്ള മെത്തേഡ്. ഫസ്റ്റ് വൺ, ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ്. ആദ്യത്തെ മെത്തേഡാണ് ടെസ്റ്റ് റീടെസ്റ്റ് മെത്തേഡ്.
എന്താണ് നമുക്ക് ആ ടൈമിൽ തന്നെ മനസ്സിലാക്കാം അല്ലെ. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ, ഒരു ടെസ്റ്റ് സെയിം ഗ്രൂപ്പിനെ, സെയിം ടെസ്റ്റ് സെയിം ഗ്രൂപ്പിനെ രണ്ട് ഡിഫറെന്റ് ഒക്കേഷനിൽ ഞാൻ നടത്തുകയാണ്. അപ്പൊ നോക്കിക്കോളൂ, ഇതാ ഇത് ഫസ്റ്റ് ടൈം, ഇത് സെക്കൻഡ് ടൈം. ഇവിടെ 1 2 3 4 30 സ്റ്റുഡൻസ് ഉണ്ട്. 30 കുട്ടികൾക്ക് ഞാൻ ഈ സെയിം ടെസ്റ്റ്, ഒരു ടെസ്റ്റ് തന്നെ ആദ്യത്തെ ദിവസം നടത്തി. അപ്പൊ അവരുടെ സ്കോർ കിട്ടി. ഇത് മൺഡേ നടത്തിയത്, പിന്നെ ഇത് തേഴ്സ്ഡേ നടത്തിയത്. അപ്പൊ 30 കുട്ടികളുടെ സ്കോർ കിട്ടി. ഇവിടെയും 30 കുട്ടികളുടെ സ്കോർ കിട്ടി അല്ലെ. ഇങ്ങനെ 2 സെറ്റ് സ്കോർ കിട്ടി കഴിഞ്ഞാല് എന്ത് ചെയ്യാ, ഈ 2 സെറ്റ് സ്കോർ ഉപയോഗിച്ച് ഇതിന്റെ കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണാം. അപ്പൊ കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്താണെന്നൊരു ചോദ്യം വരും. നെക്സ്റ്റ് യൂണിറ്റിൽ നമ്മൾ അത് എന്താണെന്ന് പഠിക്കും കേട്ടോ. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, കോറിലേഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിലേഷൻ ബിറ്റ്വീൻ എനി 2 വേരിയബിൾസ്, 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ കാണാനാണ്, റിലേഷനെയാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. അത് എത്രത്തോളം റിലേഷൻ ഉണ്ട്, ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എനി 2 വേരിയബിൾസ്, അതാണ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. നമ്മളത് നെക്സ്റ്റ് യൂണിറ്റിൽ പഠിക്കും. അപ്പൊ ഇങ്ങനെ എനിക്ക് 2 സെറ്റ് സ്കോർ കിട്ടുകയാണ്. ഫസ്റ്റ് മൺഡേ ഞാനൊരു ടെസ്റ്റ് നടത്തി. ആ ടെസ്റ്റില് എനിക്ക് 30 കുട്ടികളുടെ സ്കോർ എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്, 22 20 പിന്നെ 18 15 9 ഇങ്ങനെ പോകുന്നു. പിന്നെ 16. ഇതുപോലെ ഇവിടെ 20 16 24 അങ്ങനെ പോയി. പിന്നെന്താണ് 20. ഇങ്ങനെ 2 സെറ്റ് സ്കോർ കിട്ടാണ്. ഇത് ഫസ്റ്റ് ടെസ്റ്റിന്റെ, ഇത് റീ ടെസ്റ്റിന്റെ. ഇങ്ങനെ ഈ 2 സെറ്റ് സ്കോറിന്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാണും. ആ വാല്യൂ ആണ് ഇതിന്റെ റിലയബിലിറ്റി കോഎഫിഷ്യന്റ്. അപ്പൊ ആ വാല്യൂ എത്രയാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ടെസ്റ്റിന് റിലയബിലിറ്റി ഉണ്ടോ എന്ന് പറയാം. അപ്പൊ ഒന്നാമത്തെ മെത്തേഡാണ് എന്ത്, ടെസ്റ്റ് റീ ടെസ്റ്റ് മെത്തേഡ്. ടെസ്റ്റ് ചെയ്യുന്നു, വീണ്ടും ടെസ്റ്റ് ചെയ്യുന്നു, അതാണല്ലോ ടൈമിൽ മനസ്സിലായത്. എന്നിട്ട് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ്. രണ്ടാമത്തെ മെത്തേഡ് സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ്. സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ആ ടൈമിൽ തന്നെ അറിയാലോ എങ്ങനെയാണ് നമ്മൾ 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് അല്ലെ. അപ്പൊ അതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് നമ്മുടെ ടെസ്റ്റില് ഐറ്റംസ് ഉണ്ടല്ലോ, ഐറ്റംസ് ഉണ്ടാ, അതായത് ഞാൻ തയ്യാറാക്കുന്ന ടൂളില് അല്ലെങ്കിൽ ടെസ്റ്റില് എന്താണ് ഐറ്റംസ് ഒരു ഏകദേശം ഒരു 30 ഐറ്റംസ് ഉണ്ടെന്ന് വെക്കാം. 30 ഐറ്റംസ്. ഇതിന് ഞാൻ എന്ത് ചെയ്തു, ഈവൺ നമ്പേർഡ് ഐറ്റംസ് ഒരു ഗ്രൂപ്പാക്കി, ഓഡ് നമ്പേർഡ് ഐറ്റംസ് വേറൊരു ഗ്രൂപ്പാക്കി. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ടൂളിൽ നമ്മളിപ്പോ എന്താ നോക്കുന്നത്, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടൂൾ ആണ്. അപ്പൊ എന്റെ ടൂൾ നല്ല ടൂൾ ആണെന്ന് അറിയാനായിട്ട് അതിന്റെ റിലയബിലിറ്റി നോക്കുകയാണ്. റിലയബിലിറ്റി നോക്കാനായിട്ടുള്ള രണ്ടാമത്തെ മെത്തേഡായ സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്റെ ടൂളില് 30 ഐറ്റംസ് ആണുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ക്വസ്റ്റ്യൻസ്. അത് ഞാൻ ഈവൺ നമ്പേർഡ് ഐറ്റംസ് ഒരു ഗ്രൂപ്പും ഓഡ് നമ്പേർഡ് ഐറ്റംസ് ഒരു ഗ്രൂപ്പും ആക്കാണ്. അപ്പൊ ഈവൺ നമ്പേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, 2 4 6 30. ഓഡ് നമ്പേർഡ് എന്ന് പറഞ്ഞാല് 1 3 5 29. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ ഈവൺ നമ്പേർഡ് ഐറ്റംസും ഓഡ് നമ്പേർഡ് ഐറ്റംസും ഇങ്ങനെ 2 ഗ്രൂപ്പാക്കി. എന്നിട്ട് ഇതിന്റെ സ്കോറും നോക്കുക. അപ്പൊ നമുക്ക് 2 സെറ്റ് സ്കോർ കിട്ടി അല്ലെ. ഇത് ഉപയോഗിച്ച് ഇതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാണാം. അതാണ് സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ്. ഓക്കെ, സ്പ്ലിറ്റ് ഹാഫ് ചെയ്യാണ്, 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. അത് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് അത് ഓർക്കുക. ഈവൺ നമ്പേർഡ് ഐറ്റംസ് ഗ്രൂപ്പ്, അതർ ഹാഫ് എന്ന് പറയുന്നത് ഓഡ് നമ്പേർഡ് കേട്ടോ. 2 4 6 8 30, പിന്നെ 1 3 5 29. ക്ലിയർ ആയി. അതാണ് സ്പ്ലിറ്റ് ഹാഫ് മെത്തേഡ്. തേർഡ് വൺ പാരലൽ ഫോം മെത്തേഡ്. പാരലൽ ഫോം മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുപോലെ തന്നെ ഓൾറെഡി റെഡിമെയ്ഡ് ടൂൾസുകളൊക്കെ ഉണ്ടായിരിക്കും. അതിനെ എന്ത് ചെയ്യാം, കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു എണ്ണം നോക്കിയിട്ട് കമ്പയർ ചെയ്യാണ്. എന്നിട്ട് ഇതിന്റെയും നോക്കിയിട്ട് എന്തൊക്കെയാണ് അതിൽ കുറവുകൾ കൂടുതലുകൾ നമ്മൾ നോക്കി അതിനെ ഒന്ന് കമ്പയർ ചെയ്ത് അതിന്റെ റിലയബിലിറ്റി കാണുകയാണ്. പാരലൽ ഫോം മെത്തേഡ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് കമ്പയർ ചെയ്തു. അതാണ് പാരലൽ ഫോം മെത്തേഡ്. അപ്പൊ റിലയബിലിറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
റിലയബിലിറ്റിയിൽ നമ്മൾ സ്കോർ മാത്രമേ നോക്കുന്നുള്ളൂ. വാലിഡിറ്റിയിൽ അതിന്റെ കണ്ടന്റ് എന്താ ഉദ്ദേശിക്കുന്നത്, അത് മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം മെഷർ ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് രണ്ടും ക്ലിയർ ആയിരുന്നത്. ഇനി സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് ഒരു ടെസ്റ്റ് വാലിഡ് ആണെങ്കിൽ എന്തായിരിക്കും, ആ ടെസ്റ്റ് എന്തായിരിക്കും, റിലയബിൾ ആയിരിക്കും അല്ലെ. വാലിഡ് ആണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി റിലയബിൾ. ഇനി റിലയബിൾ ആണെങ്കിൽ വാലിഡ് ആവാം, ആവാതിരിക്കാം. ഇവിടെ നമ്മൾ പറയും ഇഫ് എ ടെസ്റ്റ് ഈസ് വാലിഡ് ഇറ്റ് മസ്റ്റ് ബി റിലയബിൾ. കാരണം വാലിഡ് ആണെങ്കിൽ, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് തന്നെയാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ സ്കോറിന് വേരിയേഷൻ വരില്ല. മറിച്ച് റിലയബിൾ ആണെങ്കിൽ സ്കോറിന് വ്യത്യാസമൊന്നുമില്ല, പക്ഷെ കണ്ടന്റ് നമ്മൾ ഉദ്ദേശിച്ച കണ്ടന്റ് മെഷർ ചെയ്യണമെന്നില്ല, ആവാം. അപ്പൊ എന്ത് പറയാം, ഇഫ് എ ടെസ്റ്റ് ഈസ് റിലയബിൾ ഇറ്റ് മേ ഓർ മേ നോട്ട് ബി വാലിഡ്. ചിലപ്പോ ആവാം, ചിലപ്പോ ആവില്ല, അങ്ങനെ പറയേണ്ടി വരും കേട്ടോ. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെക്കുക, ചോദിക്കാറുണ്ട് ടെസ്റ്റ് ഈസ് റിലയബിൾ ഇറ്റ് മേ ഓർ മേ നോട്ട് ബി വാലിഡ്, ജസ്റ്റിഫൈ ദി സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഈ റിലയബിലിറ്റി വാലിഡിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയാലേ ഇത് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയാണ് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി. നമ്മുടെ 6 ക്വാളിറ്റീസ് കഴിഞ്ഞു. ഇനി അടുത്ത ലാസ്റ്റ് 3 നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നോ. നെക്സ്റ്റ് വൺ, ഇനിയുള്ള 3 വളരെ ഈസി ആയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ടേംസും അങ്ങനെയൊക്കെ തന്നെയാണ്. 7ാമത്തെ എന്ന് പറയുന്നത് പ്രാക്ടിക്കബിലിറ്റി. 7th വൺ പ്രാക്ടിക്കബിലിറ്റി. പ്രാക്ടിക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഈ ടൂള് നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റണം അല്ലെ. അപ്പൊ ഇങ്ങനെ ടൂള് തയ്യാറാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ടെസ്റ്റ് തയ്യാറാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ സ്കൂളിൽ ഇങ്ങനെ ടെസ്റ്റ് ഒക്കെ തയ്യാറാക്കി ഇതിന്റെ പ്രിന്റ് എടുക്കണം, ഇതിന്റെ കോപ്പി എടുക്കണം, കുട്ടികൾക്ക് കൊടുക്കണം, ടീച്ചേഴ്സിന് കൊടുക്കണം അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ടൈം, ഇക്കണോമി, അതുപോലെ ടൈം, പിന്നെന്താണ് ഇത് തയ്യാറാക്കാനായിട്ടുള്ള നമ്പർ ഓഫ് പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് തയ്യാറാക്കി ഇത് നമുക്ക് പ്രിന്റ് എടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ നമ്മുടെ എഫേർട്ട്, പിന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ നമുക്ക് പോസിബിൾ ആവണം. അപ്പൊ വാലിഡിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മള് ആ ഒരു ടൂളിലെ ഐറ്റംസിന്റെ എണ്ണം വളരെ കൂട്ടി കഴിഞ്ഞാൽ, ഇപ്പൊ 100 ഐറ്റം ഒക്കെ ഇട്ട് കഴിഞ്ഞാല് ഒരാളും അത് റെസ്പോണ്ട് ചെയ്യില്ല. മറിച്ചൊരു 30 അല്ലെങ്കിൽ 40 അതിന് മേലെ പോവാറില്ല. അത്രയൊക്കെ ഐറ്റംസിൽ നമ്മൾ ഒതുക്കണം, എല്ലാ ക്വാളിറ്റീസും കൂടെ വരികയും വേണം. അത്രയും ഐറ്റംസ് കുറച്ച് കഴിഞ്ഞാലേ നമുക്ക് എന്താണ് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുള്ളൂ. അതിൽ 100 ഐറ്റം ഒക്കെ നമ്മൾ തയ്യാറാക്കണമെങ്കിൽ എത്ര ഷീറ്റ് വേണം ഒരു കുട്ടിക്ക് തന്നെ. അപ്പൊ അതിന്റെ പ്രിന്റ് എടുക്കണം, പേപ്പർ, അതിന്റെ ചെലവുകൾ അങ്ങനെ. അപ്പൊ കുറച്ചും കൂടെ ഫീസിബിൾ ആയിട്ട് നമുക്ക് ഇത് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പ്രാക്ടിക്കബിലിറ്റി ഉണ്ടായിരിക്കണം, അതിനാവശ്യമായ ടൈം കിട്ടണം, നമുക്ക് അതിനാവശ്യമായിട്ടുള്ള എഫേർട്ട് ചെയ്യാനായിട്ട് പറ്റണം, അതുപോലെ ഫിനാൻസ് അതിനെ ഹെൽപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ എല്ലാം വേണം. അതാണ് പ്രാക്ടിക്കബിലിറ്റി. അടുത്തത് കമ്പയറബിലിറ്റി. കമ്പയറബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി റെഡിമെയ്ഡ് ടൂൾസ് ഒക്കെ ഇറങ്ങും. അപ്പൊ അതൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് കമ്പയർ ചെയ്യാം. ചിലപ്പോൾ അതൊരു 5 years മുന്നേ തയ്യാറായിട്ടുള്ള ടൂളായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് മാറ്റങ്ങൾ നമുക്ക് വരുത്താം. അപ്പൊ നമ്മുടെ ടൂളും ആ ടൂളും വെച്ച് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യാം, കളയാനുള്ളത് കളയാം. അങ്ങനെ കമ്പയറബിലിറ്റി, കമ്പയർ ചെയ്യാനായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ തന്നിട്ടുള്ള നമുക്ക് നോംസ്, ഒരു ടൂള് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ പറയും, ഇന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പൊ തന്നിട്ടുള്ള നോർമൽ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കണം. അതാണ് കമ്പയറബിലിറ്റി. ലാസ്റ്റ് വൺ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ തയ്യാറാക്കുന്ന ടൂൾ നമുക്ക് ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടൂൾ ആയിരിക്കണം. നമ്മൾ ഉദ്ദേശിക്കുന്ന വേരിയബിൾ തന്നെ അതിൽ മെഷർ ചെയ്യണം. നമുക്കത് പറ്റുമെങ്കിൽ നമുക്ക് ഇപ്പൊ റിസർച്ച് വർക്കിനൊക്കെ ടൂൾ നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിഷ് ചെയ്യാനായിട്ട് കൊടുക്കാം. നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പബ്ലിഷ് ചെയ്യാനായിട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് അതിനുള്ള റെമ്യൂണറേഷൻ ഒക്കെ കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ ഉണ്ട്. പല മേഖലകളിൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മേഖലയിൽ നമുക്കത് അപ്ലൈ ചെയ്യാം. ഇതാണ് ലാസ്റ്റ് 3 ക്വാളിറ്റീസ്: പ്രാക്ടിക്കബിലിറ്റി, കമ്പയറബിലിറ്റി, യൂട്ടിലിറ്റി. ആദ്യത്തേതായിരുന്നു ഒബ്ജക്ടിവിറ്റി, ഒബ്ജക്റ്റീവ് ബേസ്ഡ്നെസ്, ഡിസ്ക്രിമിനേറ്റിംഗ് പവർ, കോംപ്രഹെൻസീവ്നെസ്,
വാലിഡിറ്റി, റിലയബിലിറ്റി, പിന്നെ പ്രാക്ടിക്കബിലിറ്റി, കമ്പയറബിലിറ്റി ആൻഡ് യൂട്ടിലിറ്റി. ഇതാണ് ദ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടൂൾ. അത് ചോദിക്കാറുണ്ട്, 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കി. അപ്പൊ ഓക്കെ, താങ്ക് യു.